ഹലോ, വെൽക്കം കേട്ടോ. ഇതൊരു ബസ് യാത്ര ഞാൻ എന്താ കാണിക്കുന്നതെന്ന് വെച്ചാൽ ഇതിൽ വേറൊരു കാര്യം പറയാനായിട്ട് വേണ്ടിയിട്ട് ഞാൻ ഈ ട്രാൻസ്പോർട്ട് ബസ്, നമ്മളെ വേണാട് എക്സ്പ്രസ്, ഇപ്പോഴത്തെ നമ്മളെ സ്വന്തം പ്രിയദർശിനി ബസ്. പക്ഷെ എന്താ ഞാനിത് പറയുന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ കുത്തിയിരുന്നെന്ന് പറയാറില്ല, കുത്തി നിന്ന് തന്നെ കഷ്ടപ്പെട്ട് ഞങ്ങൾ കയറിയതാണ് ഈ ബസ്. എത്ര നേരം കാത്തിരുന്നിട്ടാണെന്നറിയോ? എന്റെ നാത്തൂനാണെങ്കിൽ ഈ ബസ്സിൽ വരുത്തോളം വാശി പിടിച്ചാ കൊട്ടിയം ജംഗ്ഷനിൽ നിന്നത്. എന്തായാലും ആ ബസ്സിൽ കയറി. എന്റെ മനസ്സിലാണെങ്കിൽ ഒരു ഫാസ്റ്റ് കയറി എത്രയും പെട്ടെന്ന് അവിടെ എത്തണം, എന്നിട്ട് തിരിച്ച് വേറെ പരിപാടികളൊക്കെ ഉള്ളതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവിടെ എത്തണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ പിന്നെ ഒരു അനുഭവം കൂടെ വേണമല്ലോ, അതുകൊണ്ട് മാത്രം ഇതിനകത്തോട്ടൊന്ന് കയറിയതാണ്. ഫ്രീ ആയിട്ടൊക്കെ കൊണ്ടുപോകും. പക്ഷേ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ 1 മണിക്കൂർ നമ്മൾ ലേറ്റ് ആവും. പഴയ പോലെ അല്ല കേട്ടോ, ഈ ബസ് എവിടെയാണെങ്കിലും എവിടെ വെച്ച് ആര് കൈ കാണിച്ചാലും നിർത്തും കേട്ടോ. ഇപ്പൊ പഴയ പോലെ ഒന്നല്ല. ആറ്റിങ്ങി പോകേണ്ട എനിക്ക്, ഞങ്ങൾ കൊട്ടിയത്തുനിന്ന് കയറി ഇത് കല്ലമ്പലം വരെ ഉള്ളത് കൊണ്ട് അവിടെ ഇറങ്ങി അടുത്ത വണ്ടിയിൽ വേണം ഇനി പോവാൻ. ഈ ബസ്സിൽ കയറാനുള്ള എന്റെ ആത്മാർത്ഥത നിങ്ങൾ കാണാതെ പോകരുത് കേട്ടോ. എന്റെ മാത്രമല്ല കേട്ടോ, ഞാൻ ഉൾപ്പെടുന്ന സ്ത്രീകളുടെ എല്ലാവരുടെയും ആത്മാർത്ഥത ആരും കാണാതെ പോകരുത്. കാര്യം ഇപ്പൊ വേറെ ആരും ഒരു ബസ്സിലും കയറുന്നില്ല. പ്രൈവറ്റ് ബസ്സുകളുടെ ഒക്കെ അവസ്ഥ അവതാളത്തിലായിരിക്കുക. എല്ലാവരും ഇതിനകത്ത് തന്നെ, എല്ലാവരും കയറുവാന്നേ. ഇതിന് ആദ്യം ഒരു സത്യം പറഞ്ഞ ഒരു മാമൻ ഇതിനകത്തോട്ട് കയറാൻ നേരം ആ മാമൻ ചോദിക്കുക, ഇത് ലേഡീസുള്ള ബസ്സാണോ, ഇതിൽ പുരുഷന്മാർക്ക് കയറാവോ എന്ന് വരെ അവർ ചോദിക്കും. ഇത്രയും അനുഭവം മതി, ഇത്ര എക്സ്പീരിയൻസ് ചെയ്താൽ മതി എന്ന് കരുതിയിട്ട് കല്ലമ്പലത്തിൽ നിന്ന് പിന്നെ ആറ്റിങ്ങിലോട്ട് കയറിയത് ഒരു സൂപ്പർ ഫാസ്റ്റിലോട്ടാട്ടോ. അതിൽ വളരെ ശോകമാണ്. അങ്ങനെ വലിയ ആളുകളൊന്നും, ഇതിൽ കൂടുതൽ പുരുഷന്മാരുമാണ്, സ്ത്രീകൾ വളരെ കുറവാണ്. പ്രൈവറ്റ് ബസ്സുകളുടെ കാര്യം കഷ്ടമാണെന്ന് എനിക്ക് അറിയാം. എങ്കിലും ഒരു 2 വീലർ യാത്രക്കാരി എന്ന നിലയ്ക്ക് ഞാനൊരു കാര്യം, അവരുടെ മത്സരയോട്ടം കുറച്ച് കുറഞ്ഞതുകൊണ്ട് കുറച്ച് സമാധാനം എനിക്കും. എല്ലാവരും അല്ല കേട്ടോ.